രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ദർബംഗ എന്ന സ്ഥലത്ത് വെച്ച് RJD നേതാവ് തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ ചില ആൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീര ബെന്നിനെ പറ്റി അപകീർത്തികരമായ മുദ്രാവാക്യം വിളിച്ചു. ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, സ്വന്തം അമ്മയെ പബ്ലിക്കായിട്ട് അപകീർത്തികരമായ രീതിയിൽ ആ മുദ്രാവാക്യം വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തൻ്റെ അമ്മ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ സഹിച്ചാണ് തങ്ങളുടെ കുടുംബം പോറ്റിയത്. അങ്ങനെയുള്ള തൻ്റെ അമ്മയെ ഇത്രമാത്രം അധിക്ഷേപിച്ചത് ഈ രാജ്യത്തെ ഒരമ്മയ്ക്കും പൊറുക്കാൻ ആവില്ല. തൻ്റെ മനസ്സത്രമാത്രം വേദനിച്ചിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് RJDക്കും ബീഹാർ ജനത ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് വളരെ വികാരാധീനനായിട്ട് നമ്മുടെ നരേന്ദ്രമോദി ഇന്നലെ പറയുകയുണ്ടായി. അദ്ദേഹം തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത്, തൻ്റെ അമ്മ ദിവസവും കഷ്ടപ്പെടുമായിരുന്നു തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി. അമ്മ ജോലി ചെയ്താണ് ഞങ്ങളെ പോറ്റിയിട്ടുള്ളത്. കാരണം ഓരോ വർഷവും മഴ വരുന്ന സീസൺ ഉണ്ടല്ലോ, മഴ സമയത്ത് വളരെ മുമ്പ് തന്നെ അമ്മ വീടൊക്കെ പരിശോധിക്കും. കാരണം ചോരുമോ, മഴ വരുമ്പം ചോരാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനെയൊക്കെ അമ്മ അതെല്ലാം നല്ല രീതിയിൽ പരിശോധിച്ച്, കാരണം മഴയായി കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുരയ്ക്കകത്ത് കിടന്ന് ഉറങ്ങാനുള്ള ആ ഒരു സൗകര്യമില്ലാതാകുമോ, അതുകൊണ്ട് അമ്മ പെര ചോരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മഴയ്ക്ക് മുമ്പേ തന്നെ അമ്മ പരിശോധിക്കുമായിരുന്നു. പിന്നെ അമ്മ സാരി വാങ്ങിക്കില്ല. അമ്മ സാരി വാങ്ങിക്കാതെ ആ കാശെല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ചിട്ട് ആ കാശ് വെച്ചാണ് ഞങ്ങൾക്ക് അമ്മ വസ്ത്രം വാങ്ങി തന്നിട്ടുള്ളത്. ഞങ്ങളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഇത്രയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള തൻ്റെ അമ്മയാണ് ഇത്രമാത്രം അധിക്ഷേപിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അമ്മ 100 വയസ്സ് വരെ ജീവിച്ചു, അത് കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മയ്ക്ക് രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും തൻ്റെ അമ്മ എന്തിനാണ് അധിക്ഷേപിച്ചത്? ഈ രാജ്യത്തെ ഒരു അമ്മമാരും ഒരു സഹോദരിമാർക്കും അത് സഹിക്കാനാവില്ല എന്ന് അദ്ദേഹം വളരെ വികാരാധീനനായി പറയുന്നത് വളരെ ശരിയാണല്ലേ. കാരണം സ്വന്തം അമ്മയെ എന്തിനാണ് പറയുന്നത്? രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ എടുത്തിട്ടുണ്ട് യാതൊരു കാര്യവുമില്ല. ഞാനീ പറയുന്നത് ഒരു രാഷ്ട്രീയ ചുവയോടെ അല്ല, ഒരു മാനുഷിക പരിഗണനയുടെ പേരിലാണ് പറഞ്ഞത് കേട്ടോ. നമുക്കെല്ലാ അമ്മമാരുണ്ട്. അമ്മയെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ്, നമ്മുടെ സ്വകാര്യ സ്വത്താണ്, നമ്മുടെ ആത്മാഭിമാനമാണ്. നമ്മേക്കാൾ കൂടുതലായിട്ട് നാം സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മമാരെയാണ്. അത്രമാത്രം പവിത്രവും പരിപാവനവുമാണ് മാതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരമ്മയെ ഒരു പബ്ലിക് എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ആർക്കും താങ്ങാനാവുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു കുറ്റവുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല കേട്ടോ, ശക്തമായിട്ടല്ല, ഒന്നുമല്ല. യഥാർത്ഥത്തിലുള്ള മാനുഷിക പരിഗണനയിലാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പം രാഹുൽ ഗാന്ധി അല്ല, മോദി തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ അമ്മയെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ അമ്മ പിന്നെ വേറെ കാര്യമുണ്ട്, അവർ രാഷ്ട്രീയപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ പകപോക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പം അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കുക, അത് സ്വാഭാവികമാണ്. പക്ഷേ നേരെ മറിച്ച് നരേന്ദ്രമോദിയുടെ അമ്മ എന്ന് പറയുന്നത് അവർ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇറങ്ങിയിട്ടുള്ള ആളല്ല. ഏതാണ്ട് 50-55 വർഷം കൊണ്ട് നരേന്ദ്രമോദി പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ സേവിക്കുന്നു, രാജ്യത്തെ അമ്മമാരെയും രാജ്യത്തെയും ഒക്കെ സേവിക്കുന്നു. അങ്ങനെ രാജ്യത്തെ അമ്മമാരെ സേവിക്കാനായിട്ട് തൻ്റെ മകനെ വിട്ടു നൽകിയിട്ടുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ അമ്മ. അവരത്രമാത്രം ഒരു മഹതിയാണ്. അങ്ങനെയുള്ള ഒരു മഹതിയാണ് ഇങ്ങനെ ആക്ഷേപിച്ചിരിക്കുന്നത്. അതൊരിക്കലും തനിക്ക് സഹിക്കാനാവില്ല എന്ന് നരേന്ദ്രമോദി വികാരാധീനനായിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരമ്മയുടെ 100 വർഷം വരെ ഭൂമിയിൽ ജീവിച്ചു, അത് കഴിഞ്ഞവർ കാലം കഴിച്ചവർ പോയി. അപ്പോൾ എന്നിട്ടും എന്തിനാണ് അവരുടെ പേരിപ്പോൾ പറഞ്ഞു വിടുന്നത് അല്ലേ? ഏത് യാത്രക്കിടയിലായാലും ഏത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിലായാലും ഈ അമ്മമാരെ ഒന്നും പിടിച്ചതിനകത്തോട്ട് ഇടരുത്. കാരണം അവർ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. തങ്ങളുടെ മക്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ആ അമ്മ അവരുടെ കാലം കഴിഞ്ഞ് അവർ പോയി. ഇനിയിപ്പോൾ എന്തിനാണ് അവരുടെ പേര് ഇങ്ങനെയൊക്കെ പബ്ലിക് സദസ്സിലൊക്കെ വിളിച്ച് പറയുന്നത്, എന്നിട്ട് അവരെ അപമാനിക്കുന്നത്? അതൊന്നും ഒരു ശരിയല്ല. അമ്മമാരെ ഒരിക്കലും നമ്മളങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. അമ്മമാരെപ്പോഴും അമ്മമാരാണ്. അമ്മമാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനം ഇനി ഏതൊരു നേതാവായാലും കൊടുക്കണം. അത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കും അല്ലേ?